പാർട്ടിക്ക് വേണ്ടാത്ത MLA എന്തിനാണ് പാലക്കാടിനെന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികളും കേരളവും ഒന്നടങ്കം ചോദിക്കുന്നത്. പാലക്കാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഇപ്പോൾ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ എന്തായാലും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഇനിയും രാഹുൽ പാലക്കാട്ട് MLA തുടരണമോ? ജനങ്ങൾ പറയട്ടെ. പാലക്കാടിൻ്റെ ഒരു ശാപമാണ്. പാലക്കാട് മണ്ഡലത്തിൽ MLA ജയിച്ച ശേഷം തുടരെ ആരോപണങ്ങളാണ് വരുന്നത്. ലൈംഗികമായിട്ട് ഓരോ പെൺകുട്ടികളെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് ലൈവായിട്ട് അവരുടെ ഓഡിയോ ക്ലിപ്പിംഗ് അടക്കം വരുന്നുണ്ട്. ആ MLA സ്ഥാനം രാജിവെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പാലക്കാട് രാഹുൽ വേണം. എന്തറിയോ, പെണ്ണുങ്ങളും കുറേയൊക്കെ ശ്രദ്ധയും വേണം. അങ്ങനെ തെറ്റ് ചെയ്തൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലൊന്നുമില്ല. അങ്ങനെ പെടുത്തിയതായിരിക്കോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അങ്ങനെ തോന്നലുണ്ട്. ഒന്നാമത്തത് പെണ്ണുങ്ങളുടെ അടുത്തും ആണുങ്ങൾ മാത്രം കുറ്റം പറയരുത്. പെണ്ണുങ്ങളും അതിനെന്താ ശ്രദ്ധ അല്ല ഇതായിട്ട് അവരും കുറേ ആലോചിക്കണം. എന്തെങ്കിലും ഒരു കാര്യത്തിന് നീങ്ങുമ്പോഴും എടുക്കുമ്പോഴും പെണ്ണുങ്ങളുടെ ഭാവിയെ കേടുവരിക. അയാൾ അവൾ ബലമായി പിടിക്കുകയാണെങ്കിൽ തെറ്റ് തന്നെയാണ്. അവനെ അടിച്ച് ശരിപ്പെടുത്തുക. ഇതല്ലല്ലോ എവിടെയെങ്കിലും ബലാസംഗം ചെയ്തെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. എന്താ ജനങ്ങളെ പറ്റിക്കുക? ഒരു കാര്യം ചെയ്തിട്ട് അടുത്ത ഇലക്ഷൻ വരട്ടെ, ജനങ്ങൾ തീരുമാനിക്കുക ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. നായനാർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ പെണ്ണുള്ളിടത്തെല്ലാം പെൺവാണിപ്പ് ഉണ്ടാവുമെന്ന്. പിന്നെ ഇപ്പോൾ അവർക്ക് എന്താ ഇപ്പം അത്ര കുറയ്ക്കാനുള്ളത്? രാഹുൽ തെറ്റുകാരനാണെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിക്ക് പോവാം, പരാതി കൊടുക്കാം. അതിനോട് നിയമ സംവിധാനങ്ങളുണ്ടല്ലോ. അതല്ലാതെ വെറുതെ മൈതാനത്ത് കയറി ബഹളം വെച്ചിട്ട് എന്താ കാര്യം? എനിക്കറിയില്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. 3 കുരങ്ങന്മാരുടെ അവസ്ഥയാണ്. കാണരുത്, കേൾക്കരുത്, മിണ്ടരുത്. അവ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോഴി കെട്ടാനല്ല തലയിൽ പൂടി ഉണ്ടാവുമല്ലോ. നമ്മുടെ ഷാഫി പറമ്പിൽ എൻ്റെ അരിമ ശിക്ഷയം പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ഈ പാലക്കാട് മണ്ഡലത്തെ നാട്ടിലെവിടെയും പോയിട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലമാണെന്ന് എതിരാക്കി അവർ ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് ഞങ്ങളുടെ MLA ഇന്നതാണോ പെണ്ണുപിടിയനാണോ എന്ന രൂപത്തിലേക്ക് എത്തി. രാജിവെക്കേണ്ട ആവശ്യമില്ല. രാജിവെച്ചിട്ട് എന്തിനാണ്? വെറുതെ സർക്കാരിന് ചിലവല്ലേ. രാഹുലിനെ കുറിച്ച് പറയാൻ ഇങ്ങനെ ഒരു സ്ത്രീലമ്പടനെ നമ്മൾ താങ്ങുന്ന പാലക്കാട്ടുകാർ വോട്ട് ചെയ്ത ആളുകൾക്ക് പാലക്കാട്ടുകാർക്ക് അപമാനമാണ്. കാരണം ഇങ്ങനെ ഒരു 1-2 കാര്യമല്ലല്ലോ, നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്.